എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വ്യത്യസ്തമായിട്ട് ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെയല്ലേ പറയുക, അപ്പോൾ ഒരു ചേഞ്ച് ആയിട്ട് പറയാം എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ സാധാരണ ന്യൂസ് ഒക്കെ കാണുമ്പോൾ നമസ്കാരം പറഞ്ഞിട്ടൊക്കെയല്ലയോ ന്യൂസ് അയക്കുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മളൊരു ക്യാരറ്റ് മുട്ടത്തോരനാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റും മുട്ടയും ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ? നല്ല സൂപ്പർ ടേസ്റ്റാണ്. കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കും. അത് എപ്പോഴും നമ്മൾ ക്യാരറ്റും ബീൻസും ചേർത്തിട്ടോ, ക്യാരറ്റ് മാത്രമോ ഇല്ലെങ്കിൽ ബീൻസ്, ക്യാബേജ്, അങ്ങനെ പല രീതിയിൽ വെജിറ്റബിൾസ് മാത്രം ചേർത്തിട്ടാണ് തോരൻ ഉണ്ടാക്കുക. പക്ഷെ ഒരു മുട്ടയുടെ ടേസ്റ്റും കൂടി വരുമ്പോൾ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് ഇരട്ടിയായിട്ട് മാറും. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ക്യാരറ്റ് വാങ്ങിക്കുക, മുട്ട വീട്ടിലുണ്ടാവും, ഇപ്പോൾ തന്നെ എടുക്കുക, ഉണ്ടാക്കുക, കഴിക്കുക. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് ഇന്ന് തന്നെ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ കമൻറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ക്യാരറ്റ് മുട്ടത്തോരൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാരറ്റ് മുട്ടത്തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതുപോലെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 1 കപ്പ് തേങ്ങ ചിരവി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് കുറയ്ക്കാം, മുളക് പൊടി ചേർക്കാം, ഇല്ലെങ്കിൽ പച്ചമുളക് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് മുളക് പൊടി മാത്രം ചേർക്കാം, തേങ്ങയുടെ അളവ് വ്യത്യാസം വരുത്താം, മുട്ട ചേർക്കാതിരിക്കാം, വെജിറ്റേറിയൻസിനാണെങ്കിലും മുട്ട ഒഴിവാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 3 ക്യാരറ്റ് എടുത്തിട്ടുള്ളത് ഒരു 250 ഗ്രാം ക്യാരറ്റാണ് ഉള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് ഗ്രേറ്റ് ചെയ്തിട്ടും ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ക്യാരറ്റ് മെഴുക്കുരുട്ടി ഉണ്ടാക്കിയപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്തില്ലേ, അതുപോലെ ക്യാരറ്റ് കട്ട് ചെയ്ത് വേവിച്ചതിന് ശേഷം ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി ഈസി ആയിട്ട് തോരൻ ഉണ്ടാക്കുന്നത് ഇതുപോലെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. മറ്റേതാകുമ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ അത്രയും സമയം നമുക്ക് നഷ്ടമാണ്. അങ്ങനെ ചെയ്താലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ പച്ചമുളക് ചേർത്ത് വേവിക്കണം ക്യാരറ്റ് വേവിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ക്യാരറ്റിലേക്ക് എരിവ് പിടിച്ചു വരില്ല കേട്ടോ. കറക്റ്റായിട്ട് ആ എരിവ് ഉണ്ടാവില്ല, ക്യാരറ്റിൻ്റെ മധുരം നിൽക്കും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാരറ്റിലേക്ക് തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എരിവ് പിടിച്ചു വന്നോളും. അതാണ് 2 രീതിയിൽ ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് കുക്കിംഗ് അറിയാത്ത കുട്ടികളെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കഴുകിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്ററിൻ്റെ വലിയ സൈഡ് ഉപയോഗിച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ തോരനാക്കുമ്പോൾ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് വലിയ സൈഡ് ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് കഴുകി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഏറ്റവും വലിയ ഹോൾസ് ഉള്ളതിൽ കൂടിയാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഇടത്തെ കൈയാണ്, അതുകൊണ്ട് അത്ര സ്പീഡ് ഉണ്ടാവില്ല. നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇടത് കൈ കൊണ്ട് ഗ്രേറ്റ് ചെയ്യുന്നത്. എനിക്ക് വലത് കൈ കൊണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് മാത്രമേ സ്പീഡുള്ളൂ. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ ജീരകം ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ജീരകം ചേർക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തോരനാക്കുമ്പോൾ തേങ്ങ ഒതുക്കി ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട്, ഞാനിത് തിരിച്ചു വെച്ചിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്യട്ടെ, പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് നമ്മുടെ ക്യാരറ്റിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. അതിന് ശേഷം തേങ്ങ ചേർക്കാം. തേങ്ങ ഒതുക്കി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. തേങ്ങ ഒതുക്കി ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ക്യാരറ്റ് മുഴുവൻ ആദ്യം ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ, അതിന് ശേഷം നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഇതിനിടയിൽ തന്നെ ഞാനൊരു സവോള മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ പകരം ഉള്ളിയാണെങ്കിലും ചേർക്കാം, ഒരു 5-6 ഉള്ളി ചേർക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് സവോള മുറിച്ചെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് അരപ്പാണ് റെഡിയാക്കേണ്ടത്. ഞാനിതിപ്പോൾ അരച്ചിട്ട് തന്നെയാണ് തോരനാക്കുന്നത്. നിങ്ങൾ അരയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് ചേർക്കാം, ഇല്ലെങ്കിൽ വലിയ പീസായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, എരിവുണ്ടാവും. പിന്നെ ഉള്ളി ചേർത്തിട്ട് നമുക്ക് തേങ്ങ ഒതുക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഉള്ളി ചേർത്തിട്ട് തേങ്ങ ഒതുക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇന്നെല്ലാം എളുപ്പവഴിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ പച്ചമുളക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 ഇതിൽ കറിവേപ്പില, അധികം വേണ്ട. ബാക്കി നമ്മുടെ ക്യാരറ്റിലിരിക്കട്ടെ. പിന്നെ തേങ്ങ ചിരവിയത് ഞാനിപ്പോൾ ഒരു 3/4 ഭാഗം ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ തോരനിൽ കുറച്ച് തേങ്ങ മേളിൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ തേങ്ങയും ഒതുക്കിയിട്ടുണ്ടെങ്കിൽ വല്ലതങ്ങ് ചെറുതായി പോവും. അപ്പോൾ ഞാൻ പലപ്പോഴും തോരൻ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഞാൻ കുറച്ച് തേങ്ങ ലാസ്റ്റ് ചേർക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മളിനി ക്യാരറ്റിലേക്ക് പൊടികളൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ പൊടികൾ ചേർക്കുന്നത്.
പിന്നെ നമ്മുടെ തോരനൊരു കളറും ഭംഗിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂണാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എരിവുണ്ടാവില്ലല്ലോ, കളർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ഉള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ഉള്ളി ഈ തേങ്ങയുടെ കൂടെ ചേർത്തിട്ട് ഒതുക്കാം. ജീരകം ചേർക്കണമെങ്കിൽ 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്തിട്ട് ഒതുക്കിയെടുക്കാം. നമ്മളിപ്പോൾ ജീരകവും ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ നമ്മൾ ഇതുപോലെ ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇനി നമുക്ക് തോരൻ റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. 1 ടീസ്പൂൺ കടുകാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് സവോള ചേർക്കണം എന്നുണ്ടെങ്കിൽ സവോള ചേർക്കാം. ഞാനിപ്പോൾ ക്യാരറ്റിലേക്ക് തന്നെ സവോളയും വേപ്പിലയും എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യുന്നതും ഒരുമിച്ച് ആഡ് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. അപ്പോൾ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ വറ്റൽമുളക് 2 വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ നമ്മുടെ ക്യാരറ്റ്, സവോള, വേപ്പില എല്ലാം ചേർക്കുകയാണ്. വറ്റൽമുളകിൻ്റെ കളറ് അധികം അങ്ങോട്ട് മാറിപ്പോവണ്ട. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ അടച്ച് വെച്ച് വേവിക്കണം എന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുഴഞ്ഞു പോകും നമ്മുടെ ക്യാരറ്റ് തോരൻ. തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ കുഴഞ്ഞു പോവില്ല. അത് മിക്ക തോരനുകളിലും നമ്മൾ പറയാറുണ്ട്. ചില തോരനുകൾ മാത്രമേ നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ക്യാബേജ് തോരനൊക്കെ ആണെങ്കിലും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കുഴഞ്ഞിരിക്കും. തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ അധികം കുഴയാതെ കിട്ടും കേട്ടോ നമുക്ക്. അടച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വയ്ക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ ചേർക്കുന്നുള്ളൂ. നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് ആണെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ വാടിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ തോരൻ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ക്യാരറ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ വാങ്ങിക്കുക. പിന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ടല്ല നമ്മൾ മുറിച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നതെങ്കിൽ ക്യാരറ്റ് വേവാൻ സമയം എടുക്കും എന്നുണ്ടെങ്കിൽ വെള്ളം തളിച്ചു കൊടുക്കാം. 1-2 ടീസ്പൂൺ വെള്ളം തളിച്ചു കൊടുക്കാം. അങ്ങനെ മുറിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം പോകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മുറിക്കാതെ ഈ രീതിയിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. എളുപ്പത്തിലുള്ള റെസിപ്പികളാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്കാവട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചാക്കി വയ്ക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ നമ്മൾ ഇളക്കി തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടോ. ഞാൻ ഇനിയിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ക്യാരറ്റിനും അരപ്പിനും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് ഇടയ്ക്ക് ആവശ്യമാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ എരിവ് ഇനിയിപ്പോൾ ക്യാരറ്റിൽ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആയി വന്നോളും. ഇതും ഒരു 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റും റോ സ്മെല്ലും അതുപോലെ നമ്മുടെ പച്ചമുളകിൻ്റെ ആ ഒരു റോ ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയാണ് 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കുക. ഇടയ്ക്കൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഡ്രൈ ആയി വരാനായിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് കുക്കായി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റ് ആയി. അപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മുട്ട ചേർക്കാൻ പോവാണ്. മുട്ട ചേർക്കാൻ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട നമ്മൾ വേറെ സ്ക്രാമ്പിൾ ചെയ്തിട്ടല്ല ചേർക്കുന്നത്. ഇതിൻ്റെ നടുഭാഗത്ത് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കാണ് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം എണ്ണ ഒഴിക്കട്ടെ. ഒരു മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മുട്ടയാണ് ചേർക്കുന്നത്. ആ എണ്ണയിലേക്ക് നമുക്ക് ഈ മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ മുട്ടയിലേക്ക് ഇനി എക്സ്ട്രാ ഉപ്പും മുളകും ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. മുട്ടയൊന്ന് കുക്കായി വരാനായിട്ട് ഞാൻ ഫ്ലെയിം കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് ചട്ടിയിൽ കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ് മുട്ട കുക്കായി വരുന്നത് വരെ
ലോ ഫ്ലെയിമിൽ വെക്കുന്നത്. അപ്പോൾ മുട്ടയൊന്ന് കുക്കായി വരട്ടെ. ഒരു മിനിറ്റ് എടുക്കും കേട്ടോ കുക്കായി വരാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടും. മുട്ടയൊന്ന് കുക്കായി തുടങ്ങിയിട്ട് നമുക്കെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. ഇല്ലെങ്കിൽ മുട്ട ഇങ്ങനെ കുഴഞ്ഞിരിക്കുകയല്ലാതെ കറക്റ്റായിട്ട് വിട്ട് വരില്ല. ഇതൊക്കെയാണെങ്കിൽ ബാച്ചിലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുമ്പോഴാണെങ്കിലും നമുക്കിപ്പോൾ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറികളാണ്. നമ്മുടെ മുട്ടയൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ വയ്ക്കാം. അപ്പോൾ ഇനി മിക്സ് ആയിക്കോളും. നിങ്ങൾക്ക് മുട്ടയുടെ എണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ 1/4 കിലോ ക്യാരറ്റ് ആകുമ്പോൾ ഒരു മുട്ട ചേർത്താൽ തന്നെ ആവശ്യത്തിന് മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടിക്കോളും. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് കുഴഞ്ഞ് പോവാതെ ആയിട്ടുണ്ട്. നമ്മൾ മുട്ട ചേർത്തിട്ട് ഉടനെ തന്നെ ഇളക്കുകയാണെങ്കിൽ കുഴഞ്ഞേ വരുള്ളൂ. ഇങ്ങനെയാവുമ്പോൾ മുട്ട ഒന്ന് സ്ക്രാമ്പിളായി വന്നോളും. പിന്നെ നമ്മൾ 2 പാനൊക്കെ വെച്ചിട്ട് മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ആഡ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമല്ലേ ഈ ഒരു ചട്ടിയിൽ തന്നെ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ക്യാരറ്റ് മുട്ടത്തോരൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ വളരെ കുറച്ച് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് ഒന്ന് തേങ്ങ ഇങ്ങനെ കിടക്കുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും. ഇത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് മുട്ടത്തോരൻ റെഡിയായി. നമുക്ക് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലാണെങ്കിലും കൊടുത്തു വിടാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയുള്ള ഈസി റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ഈസി ആയിട്ടുള്ള ക്യാരറ്റ് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം കേട്ടോ. അതുപോലെ തന്നെ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓൾ എന്ന ഓപ്ഷനിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം.